ഞാൻ ആക്ച്വലി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഫൂട്ടേജസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായിട്ടോ. പക്ഷെ എങ്ങനെയോ എൻ്റെ ഫോണിൽ നിന്ന് ഇതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്കിപ്പോൾ വീണ്ടും റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചാണല്ലോ, അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഇപ്പം നമ്മൾ ഐലൻഡിലേക്കാണ് പോയത്, വെല്ലിംഗ്ടൺ ഐലൻഡിലെ. അവിടെ പാറുവിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമല്ലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ്. ഈ ഫോട്ടോഷൂട്ട് പരിപാടിയുടെ കംപ്ലീറ്റ് ഐഡിയാസ്, കോറിയോഗ്രാഫി, പിന്നെ എന്താ പറയുക, സംവിധാനം എല്ലാം ഏട്ടൻ്റെ വകയാണ്. അപ്പോൾ ഏട്ടൻ്റെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഐലൻഡിലേക്ക് പോയത്. അപ്പോൾ ഐലൻഡിലെ വാക്ക് വേയുടെ അവിടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കഴിയത്തേക്ക് പിന്നെ ഞങ്ങൾ ഐലൻഡിലേക്ക് തന്നെ പോയി, നോർത്ത് ഇന്ത്യൻ്റെ അങ്ങോട്ട്. നോർത്ത് ഇന്ത്യൻ്റെ അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റെയിൽവേയുടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടായിരുന്നു. ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ കയറി തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കി, പോലീസ് വന്ന് ഓടിച്ചു വിടാനും നോക്കി. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ വഴുതി മാറി ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും അവർ പറഞ്ഞു അവിടെ ഫുൾ ക്ലോസ്ഡ് ആണ്, അവിടെ ഇപ്പോൾ ആരെയും പബ്ലിക്കിനെ അലൗ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു, പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയിപ്പോയി. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ അവിടെ വഴിയിലേക്ക് കടന്ന് കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ഐലൻഡിൻ്റെ അവിടെ കടന്ന് കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും ദോസ്ത് സിനിമ ഓർമ്മ വന്നു. കാരണം ദോസ്ത് സിനിമയുടെ മെയിൻ ഒരു ലൊക്കേഷനാണ് നമ്മുടെ ഈ ഐലൻഡ് നോർത്തിൻ്റെ ഒക്കെ. പാറുവിൻ്റെ ഫോട്ടോഷൂട്ട് മുമ്പായിട്ട് ഞങ്ങൾ ഒരിക്കൽ നന്ദുവിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു. അതിനകത്ത് ഫുൾ പ്രൊഡക്ഷനും ഡയറക്ഷനൊക്കെ എല്ലാം ഏട്ടൻ്റെ വക തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഈ പാറുവിൻ്റെ ഫോട്ടോഷൂട്ടിനായിട്ട് ഐലൻഡിലേക്ക് പോയത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഇവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്ട്രെയിൻ എടുക്കുക, എഫേർട്ട് എടുക്കുക, ഓരോന്നിങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴേക്കും എൻ്റെ പപ്പ എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ഫോട്ടോസ് എടുത്ത കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് ഇതുപോലെ ഈ DSLR ക്യാമറയും ഫോണും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പണ്ടത്തെ ഫിലിം ഇട്ടുള്ള ക്യാമറാസിലല്ലേ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഓരോ സ്റ്റേജിലും എൻ്റെ പപ്പ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെക്കും. അതെല്ലാം എന്നിട്ട് ഫോട്ടോസ് ആക്കിയിട്ട് ഫിലിം വാഷ് ചെയ്ത് ഫോട്ടോസ് ആക്കിയിട്ട് അതല്ലെങ്കിൽ ആൽബം ആക്കി സൂക്ഷിച്ച് വയ്ക്കും. കുറേ ആൽബം ഇപ്പോഴും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമ്പോഴേക്കും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും, പഴയ മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ചെറിഷ് ചെയ്യാനായിട്ട്. എൻ്റെ പപ്പ ഒരു ആർമി പേഴ്സൺ ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ പോയാലും അവിടെ പല സ്ഥലങ്ങളും കറങ്ങാൻ പോകുമ്പോഴും അവിടുന്ന് കുറേ ഫോട്ടോസ് എടുക്കും. ആ ഫോട്ടോസിലൊക്കെ ചിലപ്പോൾ അമ്മയെ അധികം ഉണ്ടാവില്ല, പപ്പ അധികം ഉണ്ടാവില്ല. പക്ഷേ എല്ലായിടത്തും നിർത്തി എന്നെ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് കുറേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പല പല പോസുകളിലൊക്കെ. ഓൾസോ ഞാനൊരു സിംഗിൾ ചൈൽഡ് ആയിരുന്നതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റിയും ഇതൊക്കെ കൂടുതൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ആ പഴയ ഓർമ്മകൾ ഒരുപാട് നൊസ്റ്റാൾജിയും ഒരുപാട് സന്തോഷമൊക്കെ തരുന്ന ഓർമ്മകൾ തന്നെയാണ് നമുക്ക് എന്നും എപ്പോഴും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും പാറുവിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഐലൻഡ് മുഴുവൻ ചിക്കി ചെകഞ്ഞ് നടന്ന് തിരിഞ്ഞ് അവിടെ ഫുൾ കറങ്ങി ഞങ്ങൾ നടന്നു കഴിയുമ്പോഴത്തേക്കും വിശന്നു. എന്താ പിന്നെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ ഐലൻഡിൽ തന്നെയുള്ള ഏർബൻ പറാട്ട എന്ന് പറഞ്ഞ് ഒരു ഹോട്ടലിൽ കയറി. നല്ല അടിപൊളി സ്ഥലമായിരുന്നു, നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പക്ഷേ സ്പേസ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അതായത് അധികം പേർക്ക് ഒരു റഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സമാധാനത്തോടെ അധികം നേരം ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. നമ്മൾ വേഗം സീറ്റൊന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഫുഡ് വാസ് അമേസിങ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തൻറ്റിക് പഞ്ചാബി ഫുഡ് തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ